Had a dream about you, girl. I would never let you go. You're in my soul. I won't forget you, girl. You left me all alone. And I hate that I love you, girl. I promise you, promise I won't lie. I promise you, together we can fly. I promise you, I promise I won't hurt you ever again. I promise you, I promise I won't lie. I promise you, together we can fly. I promise you, I promise I won't hurt you ever again. I promise you, I promise I won't lie. I promise you, together we can fly. I promise you, I promise I won't hurt you ever again. I want you to love me again. You know how I feel inside me. Every breath I take, you know there's no one beside me. But I will be okay. I forever love you, girl. Just be on mine. You in my heart. I really want you, girl. Had a dream about you, girl. I will never let you go. You in my soul. I won't forget you, girl. Yeah, you let me alone. I will hate that I love you, girl. I promise you, I promise I won't lie. I promise you, together we can fly. I promise you, I promise I won't hurt you ever again. I promise you, I promise I won't lie. I promise you, together we can fly. I promise you, I promise I won't hurt you ever again. Won't you love me again? Ooh, yeah. Ooh, yeah. Yeah, yeah. I promise you a reason to smile. I promise you a reason to smile. അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആത്മാവിനും സ്തുതി. മൂന്ന് സ്വർഗസ്ഥനായ പിതാവേ, മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ, മൂന്ന് ക്രിസ്തുവിനെ ചൊല്ലി ഈ കുടുംബത്തെ മാതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മാതാവ് വഴി ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈശോയെ, ഈ കുടുംബത്തെ രണ്ട് കുടുംബങ്ങളെ മാതാവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ഈ
പരിശുദ്ധ അമ്മ ഇവരുടേതായ എല്ലാ ആവശ്യങ്ങളിലും അങ്ങ് ഇടപെട്ട് എല്ലാ കാര്യങ്ങളും അവിടുന്ന് സാധിച്ചു കൊടുക്കണമേ. ഈ കുടുംബത്തിന്റെ 2 കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കും. മാതാവ് കാത്തു പരിപാലിക്കണം. അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഇവരുടെ സമ്പത്തുകളിൽ നിന്നും ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും മാതാവ് ഇവരെ കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാതാവ് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന 2 പേരെ കാനായിലെ വിവാഹ വിരുന്ന്. 3-ാം ദിവസം ഗലീലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്താ? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവേൻ. യഹൂദയുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നനയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന കലവറക്കാരന്റെ അടുത്ത് കൊണ്ട് ചെല്ലുവനെന്ന് അവൻ പറഞ്ഞു. അവൻ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിൽ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. ഇതിനുശേഷം അവൻ തന്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടെ കഫർനഹൂമിലേക്ക് പോയി. അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു. The better place, you will see that I'll be right here by your side. All the thoughts that take you into space, all your prophecies and all your fears aside. If it could be enough, ഇങ്ങേക്ക് ഇവിടത്തേക്ക് വന്നിരിക്കുന്ന
എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ റമദാൻ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സന്തോഷിക്കുക
നിത്യനായ ദൈവം തന്റെ സ്നേഹമൂലം നിന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ആഴ്ചകളുമായി രാജാവെ അവൾ സന്ദർശിക്കും. തോഴികളായ യുവമാരെ അനുഗമിക്കും. നിന്റെ ഭാര്യ വിളങ്ങിടത്തും നിന്റെ മക്കൾ ദേശീയരും സൈന്യമുളകൾ പോലെയുമായിരിക്കും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സഭയോടെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ക്ഷണികമായ സഭയെ സന്തോഷിക്കാം. നിത്യനായ ദൈവം തന്റെ സ്നേഹമൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സമാധാനത്തോടുകൂടെ ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗ്രഹിക്കുന്നവർ അന്ധകാരത്തിൽ നടത്തുകയില്ല എന്ന് വിശ്വസിക്കാം. അങ്ങയുടെ സ്വഭാവത്തിന് ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. എപ്പോഴും എല്ലാത്തിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവാൻ ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവാൻ. ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവാൻ. എന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്ന പോലെ ഭർത്താവും ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയമായി ആയിരിക്കുന്ന പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കഴുകി വചനത്താൽ പണിയുള്ളതാക്കി ഇതവരെ കായവും ക്ഷുലഭവും കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവർ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ അതുപോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം അവന്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചെയ്യും. അവർ രണ്ടുപേരും ഒന്നാകുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങൾ ആരോ വ്യക്തിയോ തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. Hallelujah.
സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടുകൂടെ ആത്മാവോടും കൂടെ. ശേഷം മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹവിധം നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും ഇതിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ വിദ്യാർത്ഥികളോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ നാമത്തിലുള്ള വെള്ളം നിറഞ്ഞ 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അപ്പോളം നിറച്ചു. ഈ പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിയില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും നേരത്തെ വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. ഇതിനു ശേഷം അവൻ തന്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി കഫർനഹൂമിലേക്ക് പോയി. അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു. നമ്മുടെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം, എട്ടാനിയിൽ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒത്തിരിയേറെ സന്തോഷത്തിന്റെ സുദിനമാണ്. നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ജോമോനും നീതുവും ഇന്ന് ഈ മനോഹരമായ ദേവാലയത്തിൽ വെച്ച് വിവാഹം എന്ന പ്രകാശയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനായിട്ട് ഒരുങ്ങുകയാണ്. ഈ അവസരത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിലും നിങ്ങളുടെ കുടുംബ ജീവിതത്തില് എല്ലാവിധ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ ഉണ്ടായി നിങ്ങളുടെ കുടുംബ ജീവിതം മംഗളകരമായി വിജയകരമായി നടക്കട്ടെ എന്നുള്ള പ്രാർത്ഥനാ ആശംസകൾ നേരുകയാണ്. ദൈവമാണ് കുടുംബത്തിന്റെ സ്ഥാപകൻ. അതിന് നമുക്ക് യാതൊരു തർക്കവുമില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ജോമോനും നീതുവുമാണ്. മലബാറിന്റെ വരത്തിൽ ജീവിക്കുന്ന നീതു കൈറേഞ്ചില് ഈ പൊതൻഷ്യൽ കുടുംബത്തിന്റെ ഭാഗമാകുവാനായിട്ട് ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നതിൽ ദൈവത്തിന്റെ പദ്ധതി മാത്രമാണ്. കാരണം ഇത്രയധികം ദൂരം താണ്ടി ഈ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് ഈ ഇടവകയിലെ ഒരു അംഗമായിട്ട് കടന്നു വരിക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പദ്ധതി ഒന്ന് മാത്രമാണ്. മനുഷ്യൻ ആഗ്രഹിക്കുന്ന പോലെയല്ല, ദൈവത്തിന്റെ കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നാം കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവമായ കർത്താവ് അരുൾ ചെയ്തു, ഇങ്ങനെ തക്ക ഇണയെ ഞാൻ നൽകും എന്ന്. ആദ്യം ഏകനായിട്ട് നിൽക്കുന്നതിന് കണ്ടതിന് ശേഷം ദൈവം പറഞ്ഞു, ചേർന്ന ഇണയെ ഞാൻ നൽകും എന്ന്. ദൈവമാണ് ആദ്യത്തിന് ചേർന്ന ഇണയായ ഹവ്വായെ നൽകിയത്. നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ രക്ഷിക്കാൻ നിരസഹകരണം കൂടിയേ തീരുമെന്ന്. നമ്മുടെ തമ്പുരാൻ നമ്മെ രക്ഷിക്കുവാന് അല്ലെങ്കിൽ നീതുവിന്റെയും ജോമന്റെയും കുടുംബജീവിതം രക്ഷിക്കുവാനായിട്ട് നമ്മുടെ സഹകരണം ആവശ്യമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം ആവശ്യമാണ്. അത് പകുതിയല്ല, മുക്കാലല്ല, പൂർണ്ണതയിൽ ഇവരുടെ കുടുംബജീവിതം സന്തോഷത്തിന്റെ പൂർണ്ണതയിൽ നിലനിൽക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പരിശുദ്ധ മാധ്യസ്ഥം അപേക്ഷിക്കാം. കാരണം ഈശോയെയും മാതാവിനെയും കാനായിലെ വിവാഹത്തിന് ആ കുടുംബത്തിലേക്ക് അവർ ക്ഷണിച്ചതുകൊണ്ടാണ് ആ കുടുംബത്തിൽ അത്ഭുതങ്ങളുണ്ടായത്. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഇനി ചിലപ്പോൾ എന്തെങ്കിലും കുറവുകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന് പരിഹാരം നടത്തി തരേണ്ടത് ഈശോയാണ്. നിങ്ങൾ എല്ലാ ദിവസവും ഈശോയെ വിളിക്കണം, പരിശുദ്ധ വിളിക്കണം, ശിഷ്യന്മാരെ വിളിക്കണം, വിശുദ്ധരെ വിളിക്കണം. അവരുടെ സാന്നിധ്യം വഴിയായിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ പൂർണ്ണതയുണ്ടാകുന്നത്. അതിനുശേഷം വിശുദ്ധ യോഹന്നാൻ സ്ലീഹ ഈ സുവിശേഷ ഭാഗം അവസാനിപ്പിക്കുന്നത് കുരിശ് ഒരുമിച്ച് വരയ്ക്കുവാനും
കുരിശുകൾ ഒരുമിച്ച് വഹിക്കുവാനും ദൈവം നിങ്ങളെ ശക്തരാകട്ടെ. നിങ്ങളുടെ കുടുംബജീവിതം മനോഹരമായിട്ട് വിജയകരമായിട്ട് പര്യവസാനിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഞങ്ങൾക്കറിയാം. വേണ്ടി സ്വീകരണ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ ഇതിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിക്കാൻ സ്വർഗീയ വിരുദ്ധനായി പങ്കാളികളാകുവാൻ വിശ്വാസത്തോടും ചാരിത്രശക്തിയോടുകൂടി സന്തോഷപ്രദമായ ദാമ്പത്യം നയിക്കുവാൻ സഹായത്താൽ ആശ്രയിച്ചും ദിവ്യസന്നിധി അനുഭവിച്ചും പ്രാർത്ഥനയിൽ ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നാമെ അവരെ പേശി ആഗ്രഹം വിസ്താരമായി സമർപ്പിക്കാം. ജീവിതം വിജയകരമായി നയിക്കുവാനേ അമ്മയുടെ ശാന്തിയും സമാധാനവും നിറയ്ക്കുകയും അങ്ങയുടെ ആശ്രിത വാഗ്ദാനം ചെയ്തിരിക്കുന്ന കീഴട നേടുവാനും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിലെ വളർത്തി മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുധർമ്മത്തിൽ പങ്കെടുക്കുന്നവരെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ ആദിയിൽ പുരുഷൻ ജീവിതസഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. പരമതന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂടാശ യോഗ്യതയോടെ ദൈവം ചെയ്യുവാൻ വേണ്ടി ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ പാവനം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മേരിയെ ഭാര്യയായി സ്വീകരിക്കുന്നു. മേരി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ചാക്കോയെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹം സാക്ഷ്യമാകുന്നു. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം പരസ്പരം ചേർത്തിരിക്കുകയും സ്നേഹത്തോടും മനസ്സിലായതോടും കൂടെ ജീവിതം നയിക്കുവാൻ നിങ്ങളെ വിവാഹത്തിൽ ഗതിമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശ്വാസത്തിലും സ്നേഹത്തിലും മറുപടിമാരെ ഒന്നിപ്പിക്കുന്ന ഈ ഭാവി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായി ഭാര്യ അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാനും നിർബന്ധിതരായിരിക്കുന്ന പുരുഷ ഇവർ ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായി ചെയ്യട്ടെ. സ്നേഹത്തിന്റെയും അടയാളമായി ഇവർ പരസ്പരം ഈ മോചനങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
സ്വതന്ത്രത്തിൽ മധുരത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. സൗഭാഗ്യമേകാൻ ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിനാലും നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹായ എപ്പോഴും നിങ്ങളുടെ കർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികവുമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളെ ചെയ്യട്ടെ. ദൈവങ്ങൾക്ക് നമ്മളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗ്ഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെയും സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പരിശുദ്ധ
ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തെയും അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായ മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹം എന്ന ഉദാസ്യമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവർ നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. വിശുദ്ധായ അവയവങ്ങളും പരിശുദ്ധാത്മാവിദ്യാലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവഗതിയായ ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ ഉദാസ്യങ്ങളെ ശക്തരാകട്ടെ. സന്താന സൗഭാഗ്യങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യമേറെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വകീയങ്ങളോടെ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നമ്മുടെ ഹൃദയന്മാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മാലാഖമാർ പാടുന്ന സമയം, സ്വർഗം തുറക്കുന്ന സമയം. മാലാഖമാർ പാടുന്ന സമയം, സ്വർഗം തുറക്കുന്ന സമയം. ഏദേൻ കുടുംബത്തിൽ കർത്താവാം ദൈവം അനുഗ്രഹം ചൊരിയുന്ന സമയം. ഏദേൻ കുടുംബത്തിൽ കർത്താവാം ദൈവം അനുഗ്രഹം ചൊരിയുന്ന സമയം. മാലാഖമാർ പാടുന്ന സമയം, സ്വർഗം തുറക്കുന്ന സമയം. ഇസ്രായേലൻ പ്രിയജനമായി ആദിയിൽ ഉടമ്പടി ചെയ്തു ഞാൻ. ഇസ്രായേലിൻ പ്രിയജനമായി ആദിയിൽ ഉടമ്പടി ചെയ്തു ഞാൻ. ജീവിതകാലം കൃപയോടെ വാഴാൻ വിശ്വസ്തമാം ബലിയാകാം. ജീവിതകാലം കൃപയോടെ വാഴാൻ വിശ്വസ്തമാം ബലിയാകാം. മാലാഖമാർ പാടുന്ന സമയം, സ്വർഗം തുറക്കുന്ന സമയം. സഭയിൽ നവഗേഹമായി ക്രിസ്തുവിൽ ഉടമ്പടി ചെയ്തിടുമ്പോൾ ദാമ്പത്യവല്ലരി പൂവണിയാം സ്നേഹത്തിൻ കൂദാശയാകാം. ദാമ്പത്യവല്ലരി പൂവണിയാൻ സ്നേഹത്തിൻ കൂദാശയാകാം. മാലാഖമാർ പാടുന്ന സമയം, സ്വർഗം തുറക്കുന്ന സമയം. മാലാഖമാർ
കുടുംബത്തിൽ കർത്താവാം ദൈവം അനുഗ്രഹം ചൊരിയുന്ന സമയം. ഏതേൻ കുടുംബത്തിൽ കർത്താവാം ദൈവം അനുഗ്രഹം ചൊരിയുന്ന സമയം. മാലാഖമാർ പാടുന്ന സമയം, സ്വർഗം തുറക്കുന്ന സമയം. തന്നെ സ്നേഹിക്കും എൻ പ്രിയനാം നാഥനെ യേശുവേ. പ്രാണൻ തന്നെ സ്നേഹിക്കും എൻ പ്രിയനാം നാഥനെ യേശുവേ. നെഞ്ചോടെന്നെ ചേർത്തു പിടിക്കും സ്നേഹം മുൻപിൽ കാണുമ്പോൾ നിന്നരികിലിരുന്ന മാറിൽ ചേരാൻ ആശിക്കുന്നു ഞാൻ. നെഞ്ചോടെന്നെ ചേർത്തു പിടിക്കും സ്നേഹം മുൻപിൽ കാണുമ്പോൾ നിന്നരികിലിരുന്ന മാറിൽ ചേരാൻ ആശിക്കുന്നു ഞാൻ. സ്നേഹം ചൊരിയും ക്രൂശിതയേശുവേ, അരികിലിരുന്ന സ്നേഹത്തെ ഞാൻ ആരാധിക്കുന്നു. ചങ്കു തുറന്ന് സ്നേഹം ചൊരിയും ക്രൂശിതയേശുവേ, അരികിലിരുന്ന സ്നേഹത്തെ ഞാൻ ആരാധിക്കുന്നു. പ്രാണൻ തന്നെ സ്നേഹിക്കും എൻ പ്രിയനാം നാഥനെ യേശുവേ. പ്രാണൻ തന്നെ സ്നേഹിക്കും എൻ പ്രിയനാം നാഥനെ യേശുവേ. നിന്റേതായി എന്നെ മാറ്റിടാ ബലിയായി തീർന്നൊരു സ്നേഹിത. നിന്റേതായി എന്നെ മാറ്റിടാൻ ബലിയായി തീർന്നൊരു സ്നേഹിത. പ്രിയമോടെന്നെ നോക്കും നിൻ സ്നേഹം നുകരാൻ എന്നും നിന്നോടൊന്നായി തീരാൻ കൃപയേ ഗണമേ.